ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായിരുന്ന ഇഷയും സുധിയും പ്രണയബദ്ധരാണ്. ഇഷയുടെ മറ്റൊരു സഹപ്രവർത്തകനായ ബാലുവിനോടൊപ്പം സംശയാസ്പദമായ സാഹചര്യത്തിൽ സുദീപ് ഇഷയെ കാണുന്നു. അവിടുത്തെ മറ്റൊരു സഹപ്രവർത്തകനായ സിറിൽ ഇത് ഊതിപ്പെരിപ്പിക്കുന്നു. ഇഷ തന്നെ വഞ്ചിക്കുകയാണെന്ന് തോന്നിയ സുദീപ് ബാലുവും ഇഷയും യാത്ര ചെയ്തിരുന്ന ബൈക്ക് തന്റെ കാറുകൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഇഷ ശ്രുതി എന്ന പേരിൽ കേരളത്തിലെത്തുന്നു. റോഡിൽ തലചുറ്റി വീണ ശ്രുതിയെ ആ വഴി വന്ന രവിയും സബിതയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. താൻ ഗർഭിണിയാണെന്ന വിവരം തന്നെ പരിശോധിച്ച ഡോക്ടർ ദർശനയെ ശ്രുതി അറിയിക്കുന്നു. I am pregnant. Okay. Husband? ഞാൻ മാരീഡ് അല്ല. ശ്രുതിയിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് പറയുന്ന രവി. തനിക്ക് അബോർഷൻ വേണമെന്ന് ഡോക്ടർ ദർശനയോട് പറയുന്ന ശ്രുതി. ഡോക്ടർ, എനിക്ക് അബോർട്ട് ചെയ്യണം. അബോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഒന്നുകിൽ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ പേരൻസിന്റെ ക്ലോസ് റിലേറ്റീവ്സിന്റെ ആരുടെയെങ്കിലും പെർമിഷൻ വേണം. ഒരു ബാഗും ഫോണും കിട്ടിയിട്ടുണ്ടെന്ന് ശ്രുതിയുടെ കൂട്ടുകാരി ജമുനയെ വിളിച്ചു പറയുന്ന അരുൺ തോമസ്. അരുൺ തോമസിനെ കണ്ട് ശ്രുതി ബാഗും ഫോണും തിരിച്ചു വാങ്ങുന്നു. കുട്ടികളില്ലാത്ത സബിത ശ്രുതി പ്രസവിക്കുന്ന കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു. പ്രസവം കഴിയുന്നതുവരെ സബിതയുടെ വീട്ടിൽ താമസിക്കുന്ന ശ്രുതി തന്റെ സാധനങ്ങൾ മുറിയിൽ വെക്കുന്നതിനിടയിൽ ശ്രുതിക്ക് കുറച്ച് ഫോട്ടോസ് ലഭിക്കുന്നു. അത് കണ്ട് ഞെട്ടുന്ന ശ്രുതി ഇനി തുടർന്ന് കാണുക. അതിന് നീ എന്തിനാ ജമുന ഇത്ര പേടിക്കുന്നേ? പേടിയോ? പോലീസ് എൻക്വയറി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞാ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? ഞാൻ അവളെ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലുണ്ടാവുമെന്നാ വിചാരിച്ചേ. അതിനവക്ക് ഏത് ബന്ധുക്കളാ ഉള്ളത്? നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാവുന്നത് മരിച്ചുപോയ അവളുടെ പപ്പയുടെ കാര്യ, പിന്നെ ന്യൂസിലൻഡിലെ ഒരു അങ്കിളുടെ കാര്യവും. കേരളത്തിൽ ബന്ധുക്കളായിട്ട് ആരുമില്ല. പിന്നെ ഏത് ബന്ധുക്കളുടെ വീട്ടിലാ പോകുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ സിറിൽ അന്വേഷിച്ചു. എത്ര ദിവസമായി ഈഷയെ കാണാതായിട്ട്? ഈ ട്യൂസ്ഡേ വരുമ്പോ 10 days. എന്താ സംഭവിച്ചെന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. ആരായിരിക്കും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്? എല്ലാ കാര്യവും സിറിലിനറിയാം. വരട്ടെ, അവൻ പറയും. പോലീസ് നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? ഓ ഷുവർ. എപ്പോഴായിരുന്നു അവസാനമായി കണ്ടത്? എന്തായിരുന്നു സംസാരിച്ചത്? എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ എന്നൊക്കെ. അടുത്ത സുഹൃത്തുക്കളെ കുറിച്ചും ചോദിച്ചു. ഈ ബാലുവിന്റെ കാര്യം അവര് വല്ലതും ചോദിച്ചോ? ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചിട്ട് വന്ന പോലെ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോ എന്നെ വിളിപ്പിക്കുമല്ലേ? ഷുവറല്ലേ? നീയല്ലേ അവളുടെ വലം കൈ. അന്ന് ഓഫീസിൽ വന്നപ്പോ ഓഫീസർ തന്നെ തിരക്കിയായിരുന്നു. ഒരു സിദ്ധഗൗഡ എന്ന് പറഞ്ഞ ആളാ. കാണുമ്പോ തന്നെ പേടിയാവും. കപ്പട മീശയൊക്കെ വെച്ചിട്ട്. കുറ്റം ചെയ്തില്ലേലും അയാളുടെ മുന്നിൽ നിൽക്കുമ്പോ എനിക്കൊരു വിറയലായിരുന്നു. സെക്കൻഡ്. ജമുന, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ആ വീട്ടിൽ നിൽക്കാൻ വയ്യെന്നോ?
ഇത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടോ നിനക്ക് അതും പോരെ? നിനക്ക് അഹങ്കാര. അതല്ലടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒരു പ്രശ്നമുണ്ട്. നീ തന്നെയാ പ്രശ്നം. ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്. അതല്ല, ഞാൻ പറയുന്നത് കേക്ക്. നീ ഫോൺ വെച്ചേ. ഹലോ ജംന, ഹലോ. The number you have called is currently switched off. സിറിൽ വരുന്നുണ്ട്. പോയില്ലേ എല്ലാം പോയി. ഇനി നമുക്കാർക്കും മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലാത്ത ചതിയായിപ്പോയി ഈശോ നമ്മളോടൊക്കെ ചെയ്തത്. എന്താ സിറിൽ, ആക്ച്വലി എന്താ ഉണ്ടായേ? എന്താവാനാ, കേസാക്കാൻ തീരുമാനിച്ചു, അത്ര തന്നെ. നമ്മുടെ കൂടെയുള്ള ഒരാൾ മിസ്സാകുമ്പോൾ ആദ്യം നമ്മളാ ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ സുഹൃത്തുക്കൾ. നമ്മുടെ മിസ്റ്റേക്കാ. അവൾക്ക് ആരുമില്ല നമുക്കറിയാമല്ലോ. ഇപ്പൊ നമ്മളാണ് കുറ്റക്കാർ. നമ്മുടെ മിസ്റ്റേക്കാ. അവര് കൊടുത്തിരിക്കല്ലേ കേസ്, നമ്മളെ കൊടുക്കില്ലേ? ആരാ കേസ് കൊടുക്കാൻ തീരുമാനിച്ചേ? നിശാന്തിനി ശങ്കർ. അതാരാ? അറിയത്തില്ലല്ലേ? ഒരു കാലത്ത് അവർ നിശാന്തിനി അരവിന്ദായിരുന്നു. ഹർ മദർ, ഇഷയുടെ അമ്മ. അവരാ ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ഇവളുടെ ഹോസ്റ്റലിൽ ചെന്നിരുന്നു. നാളെ നിന്നെ കാണാൻ വരും, പിന്നെ എന്നെയും കാണാൻ വരും. ഇഷ അവളുടെ ഇഷ്യൂസ് നമ്മളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഷീ ഈസ് നോട്ട് വെരി ട്രാൻസ്പെറന്റ്. സ്വന്തം അമ്മ ജീവിച്ചിരിക്കുന്ന കാര്യം പോലെ അവള് നമ്മളോട് പറഞ്ഞിരുന്നോ? ഏതെങ്കിലും സ്ത്രീ വന്ന അമ്മയാന്നൊക്കെ പറഞ്ഞാ പോലീസ് കേസെടുക്കോ? നിശാന്തിനി ഇഷയുടെ അമ്മയല്ലാന്ന് ആരാ പറയുന്നേ? നമ്മളോ? അത് പറയേണ്ടത് ഇഷയല്ലേ? അവള് പറയട്ടെ അമ്മയല്ലാന്ന്. ഞാൻ ആ സ്ത്രീയെ കണ്ടിരുന്നു, നിശാന്തിനിയെ. അവരെന്നെ തേടി പിടിച്ചു കണ്ടെത്തി വിളിച്ചു വരുത്തി. ചെല്ലാതിരിക്കാൻ പറ്റുമോ? ഒരു കൊളിയക നിലയിൽ എനിക്കറിയാവുന്നതൊക്കെ ചോദിച്ചു. ഞാനെല്ലാം പറഞ്ഞു. അവരോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. അമ്മയും മോളും തമ്മിലൊട്ടും രസത്തിലായിരുന്നില്ല എന്ന്. ഇഷയെ നിശാന്തിനി മാഡം അന്വേഷിക്കുന്നത് സ്നേഹം കൊണ്ടും അല്ല. ഹലോ, സിറിൽ ഹിയർ. സർ, പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ഒരു മിനിറ്റ്. ടെൽ മീ സർ. മോളെ, എന്താ മോളെ, മുറിയിൽ തന്നെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുകയാണോ? വല്ലതും കഴിക്കണ്ടേ? താഴേക്ക് വാ. എനിക്കിപ്പോ ഒന്നും വേണ്ട, വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നന്നായിട്ട് ആഹാരം കഴിക്കേണ്ട സമയാ. കഴിക്കാതിരുന്നാ ആർക്കാ അതിന്റെ ദോഷം? ആർക്കാ? കുഞ്ഞുവാവയ്ക്കാ. ഭർത്താവ് വിളിച്ചോ? പിന്നെ വിളിച്ചോ മോളെ? വിളിച്ചു. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇവിടെ ഇങ്ങനെ ഒരു അമ്മയുണ്ടെന്നും ആ അമ്മ മോളെ നോക്കിക്കോളൂന്നൊക്കെ പറഞ്ഞോ മോളെ? ഒയ്യോ എന്റെ ദൈവമേ, എന്താ ഇത്? എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണല്ലോ. ഈ മുറി വൃത്തിയാക്കിയില്ലേ? ശോ, രവിയോട് മോള് വരുന്നതിന് മുമ്പ് മുറി വൃത്തിയാക്കിയിടണമെന്ന് പറഞ്ഞതാ. ശോ, പൊടിമോന്റെ ഫോട്ടോ കിടക്കുന്ന കണ്ടില്ലേ? എല്ലാം വൃത്തികേടായി. ഈ ഫോട്ടോ എല്ലാം നശിപ്പിച്ചു. മോളെ, ഈ ഫോട്ടോയിൽ കാണുന്നതാ രവിയുടെ അനിയൻ പൊടിമോൻ. നോക്കി. ദാ, അവൻ ഏപ്രിൽ വരും. അവന്റെ കല്യാണമാണേ. ഇനിയിപ്പോ മോക്കും കൂടാലോ. വാ മോളെ, വാ.
അതെ. ആ എവിടുന്നാ പെൺകുട്ടി? പറഞ്ഞു വരുമ്പോ നമ്മുടെ രവിയുടെ ഒരു അകന്ന ബന്ധമാ. തൊട്ടപ്പുറത്തെ വീട്ടിലെയാ. ജയസുധ വലിയ പഠിത്തക്കാരിയാ. ഇവിടെ എപ്പോഴും വരും. രവിയുടെ സബിയുടെ ഒക്കെ ഒരു താല്പര്യത്തിനാ ഇതങ്ങ് ഉറപ്പിച്ചത്. സാമ്പത്തികമൊന്നുമില്ലാത്ത ഫാമിലിയാ. അച്ഛൻ ഡ്രൈവറാ KSRTCയില്. അത് സ്ഥിരമൊന്നുമല്ല. മോള് വാ. ഇതെല്ലാം പൊടിമോന്റെ മുറിയിലേക്ക് വെച്ചേക്കാം. കല്യാണം കഴിഞ്ഞാ പിന്നെ അവരാ മുറിയാ ഉപയോഗിക്കുക. വാ മോളെ. മോളെ ഇതാ ജയസുധ, വലിയ പഠിത്തക്കാരിയാ. പൊടിമോന്റെ ശരിക്കുള്ള പേരെന്താ? സുദീപ് എന്നാ. ബാംഗ്ലൂരിലാ പഠിച്ചതും ജോലി ചെയ്തതും. ഇപ്പൊ ജപ്പാനിലേക്ക് പോയിരിക്കാ ജോലിയുടെ കാര്യമായിട്ട്. അതെ, രവിയുടെ അച്ഛൻ ഇതിലൊന്നും വലിയ തൃപ്തിയില്ലേ. പറയും പാകുന്ന ബന്ധത്തിലുള്ളതാ. നിലയും വിലയൊക്കെ നമ്മൾ നോക്കണ്ടേ? അമ്മാ, ആ ഭക്ഷണം എടുത്തു വെച്ചു. ഇതാ വരുന്നു. ജയസുധയായിട്ട് ഇഷ്ടത്തിലായിരുന്നോ? കുഞ്ഞുനാളിലെ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെയാ രവിയുടെ അച്ഛൻ പറഞ്ഞത്. പിന്നെ അവരുടെ രണ്ടുപേരുടെ നിർബന്ധമായിരുന്നു ഈ കല്യാണം. മോള് കഴിക്കാൻ വാ. വാ മോളെ. വിളിക്കാൻ പോയ ആള് കൊള്ളാം. അമ്മ അവിടെ എന്തെടുക്കായിരുന്നു? ഞങ്ങൾ ഓരോ വിശേഷങ്ങൾ പറയായിരുന്നു. നമ്മുടെ പൊടിമോന്റെ കല്യാണക്കാരി. ഓ, അത് ഇവിടെ ഇരുന്നും പറയരുതോ? കഴിക്കാം മോളെ. എനിക്ക് വേണ്ട, വിശക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ ഇരുന്ന് കഴിക്ക്. ശ്രുതിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എല്ലാം അമ്മയുടെ കൈകൊണ്ട് വെച്ചാ കേട്ടോ. എന്തായാലും രുചിക്കൊരു കുറവുണ്ടാവില്ല. എന്താ ഇഷ്ടമെന്ന് വെച്ചാ പറഞ്ഞാ മതി. ഉണ്ടാക്കിത്തരാൻ ഒരു വിരോധവും ഇല്ല കേട്ടോ. ഇതാ മോളെ കഴിക്ക്. എല്ലാം അമ്മ ഉണ്ടാക്കിയതാ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ശ്രുതിയുടെ ആഹാരത്തിനൊരു ചിട്ട വേണോ അല്ലേ അമ്മേ? പിന്നെ ആഹാരത്തിൽ മാത്രം പോരാ, പിണ്ണതൈലം തേച്ചു കുളിക്കുന്നത് നല്ലതാ. ഓഹോ, പിന്നെ ഒരു നെയ്യുണ്ടല്ലോ, ആ തങ്കശ്രീ, കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് നല്ലതാ. പുറത്തു പോവുകയാണെങ്കിൽ അതൊരെണ്ണം വാങ്ങിച്ചോണേ. ഓ, സുദീപ് വരുമ്പോ കുങ്കുമപ്പൂ കൊണ്ടുവരാൻ പറയാം. ജപ്പാനിൽ അത് കിട്ടുമോ രവിയേട്ടാ? ആർക്കറിയാം. പറഞ്ഞോണം. പൊടിമോൻ പിന്നെ വിളിച്ചില്ലല്ലോ. കോള് വന്ന് 2 വാക്ക് പറഞ്ഞപ്പം കട്ടായതാ. ആ ഓഡിറ്റോറിയം ഒക്കെ നേരത്തെ ബുക്ക് ചെയ്താലേ അത്രയും തലവേദന കുറഞ്ഞല്ലോ. വിഷു കഴിഞ്ഞിട്ട് ഒരു ദിവസം നോക്കാച്ചാ. എന്തായാലും അതിനുമുമ്പ് അവനിങ് എത്തുമല്ലോ. ബാംഗ്ലൂരിൽ നിന്ന് ഒരു അസൈൻമെന്റിന് പോയതാ ജപ്പാനിലേക്ക്. കുറച്ച് ടെൻഷൻ പിടിച്ച ജോലിയാ ശ്രുതി. കല്യാണം കഴിഞ്ഞ കേരളത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന നല്ലത്. ലോകം കറങ്ങി നടന്ന കുടുംബകാര്യം നോക്കാൻ പറ്റുമോ? നീ അവനെ കേരളത്തിൽ ഒതുക്കാൻ നോക്കല്ലേ. കേട്ടോ സുധി, എന്റെ അനിയനായോണ്ട് പറയല്ല, അവനാള് ബ്രില്യന്റാ, വെരി ടാലന്റഡ്. നീ നോക്കിക്കോ സബി, അവനും ഭാര്യയും കൂടെ US സെറ്റിൽ ആവും. പിന്നെ അതൊന്നും ശരിയാവുകയില്ല. മരിക്കുന്നത് വരെ പിള്ളേരൊക്കെ എന്റെ കൺവെട്ടത്ത് തന്നെ കാണണം. ഞാനെന്തിനാ അവരെ കൊണ്ട് ഇവിടെ സ്ഥലം വാങ്ങിപ്പിച്ചേ? എന്തിനാ? വീട് വയ്ക്കാൻ. അല്ലാതെ എങ്ങോട്ടും ഓടാനല്ല. അവനും ഭാര്യയും അവിടെ തന്നെ താമസിക്കണം. അതാ അതിന്റെ ശരി. ആ, വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ആ പ്ലാനിന്റെ കാര്യം എന്തോ ആയി? 3-4 ഡിസൈൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലത് നോക്കി സെലക്ട് ചെയ്താൽ മതി. എന്തായാലും പൊടിമോന്റെ ഭാര്യ യോഗം ചെയ്ത പെണ്ണ. സ്വപ്നം കാണാൻ പറ്റാത്ത സൗഭാഗ്യല്ലേ അവൾക്ക് കിട്ടാൻ പോണത്. ഈ സൗഭാഗ്യം എന്ന് പറയുന്നത് മനസമാധാന, വസ്തു വീടുമല്ല. അതൊട്ട് കാശ് കൊടുത്താൽ കിട്ടുകയില്ല, അല്ലേ സുധി? ജയസുധയെ പോലൊരു പെൺകുട്ടിയാവുമ്പോ അവന് ദുഃഖിക്കേണ്ടി വരില്ല. അതാ ഞങ്ങളതിന് മുൻകൈ എടുത്തത്. അല്ലാതെ പ്രേമിച്ചിട്ടല്ല.
ആ പൊടിമോനായിരിക്കും. ഒന്ന് എടുക്കടാ മോനെ. എനിക്കൊന്ന് സംസാരിക്കണേ. എന്നാ നീ എടുക്ക്. ആ പൊടിമോനെ, എന്തുണ്ട് വിശേഷം? ജപ്പാൻ ഫുഡൊക്കെ പിടിച്ചുപോയെന്ന് തോന്നുന്നല്ലോ. ജയസുധ വിളിക്കാറുണ്ടോടാ? വാട്സപ്പിലാണല്ലോ ഇപ്പൊ മെസ്സേജ് ഒക്കെ അയക്കുന്നത്. നീ ഉണ്ടെങ്കിലല്ലേ അവൾ ഇങ്ങോട്ട് വരൂ. ഉണ്ട്, എല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അതെ, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ശ്രുതി, എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാ. നീ വരുമ്പോഴും ആളിവിടെ തന്നെ ഉണ്ടാവും. അതെ അതെ, നിന്റെ കല്യാണം കൂടിയിട്ടേ ഞങ്ങൾ അവളെ വിടുന്നുള്ളൂ. എന്താ ഇത്? ഒന്നും കഴിച്ചില്ലല്ലോ. അതെ അതെ. ആ ആ ഉണ്ട്, രവി ഇവിടെ ഉണ്ട്. ആ കൊടുക്കാം. രവി ദാ. എടാ, വരുന്ന ഡേറ്റിന് മാറ്റമൊന്നുമില്ലല്ലോ. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്. കല്യാണ സീസൺ അല്ലേ, നല്ലൊരു തീയതി കുറിച്ച് ഞങ്ങളങ്ങ് ബുക്ക് ചെയ്യാം. ആ അതെ, ഫ്രണ്ട്സിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നോക്കാം. ആ പിന്നെ ഇലസദ്യ നമ്മുടെ സാമിയണ്ണന്റെ തന്നെ പോരെ, അതോ കുറച്ചുകൂടെ ഹൈടെക് ആക്കണോ? സാമിയണ്ണനാവുമ്പോ നമ്മുടെ കയ്യിൽ നിൽക്കും. ഇനിയിപ്പോ നിനക്ക് ബാംഗ്ലൂർ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഫ്രണ്ട്സിനെയൊക്കെ നേരത്തെ അങ്ങ് വിളിച്ചേക്കണേ. എന്താ, അതൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഹലോ, ഒന്ന് വാതില് തുറക്കോ മാഡം? ഒന്ന് വാതില് തുറക്കുന്നേ. ഹലോ മാഡം, ഒന്ന് തുറക്ക് മാഡം. ആഹാ, നമസ്കാരമുണ്ട്. എന്നെ മനസ്സിലായോ? ഞാനാ ജയസുധ. വന്ന ഉടനെ തന്നെ എന്നെ പറ്റി ഒരുപാട് പരദൂഷണം പറഞ്ഞു തന്നു കാണും. അതെ, ഇപ്പൊ ഈ വീട്ടിലെ ഹീറോയിൻ ഞാനാ. മനസ്സിലായോ? ഞാനിങ്ങനെയൊക്കെ ആട്ടോ, ഒന്നും വിചാരിക്കല്ലേ. അയ്യോ, ഈ പെട്ടിയൊന്നും ഒതുക്കി വെച്ചില്ലേ? ഇത് അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ എടുത്തു വെക്കട്ടെ? വേണ്ട. ഈ മുറിയെ സുദീപേട്ടന്റെ ആയിരുന്നു. ഒരു സമയത്തെ ഞങ്ങളായിരുന്നു ഇവിടെ സഹവാസം. അതെ, ഇവിടെ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാ. അതൊരു ഭാഗ്യ അല്ലേ ശ്രുതി? ആ ഇഷ്ടം എല്ലായ്പ്പോഴും നിലനിർത്തുന്നതാണ് ഭാഗ്യം. അത് കറക്റ്റാ, അത് ശരിയാ. ഇനി എത്ര നാളുണ്ടാവും ഇവിടെ? അറിയില്ല. എന്റെ പ്രോപ്പർട്ടിയിലേക്ക് പോവാൻ ഇവിടുന്ന് കുറച്ച് ദൂരം. എപ്പോ വേണമെങ്കിലും പോവും. ഓ, ഹസ്ബൻഡ് ദുബായിലാണല്ലേ? മെക്കാനിക്കൽ എഞ്ചിനീയർ? എങ്ങനെ അറിഞ്ഞു? ഇവിടത്തെ ന്യൂസൊക്കെ എനിക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും. അല്ല, ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തെ ഹസ്ബൻഡിനെ കാണാൻ തോന്നുന്നൊക്കെ പറയുന്നത് ശരിയാണോ? ആണോ ശ്രുതി? ഭർത്താവിനെ പിരിഞ്ഞിരിക്കുമ്പോ നല്ല വിഷമം തോന്നാറുണ്ടോ? ഉണ്ടാവല്ലോ. വിഷമിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാന്? അതും ശരിയാ.
എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസാ അല്ലേ ശ്രുതി? ഞാൻ പ്രഗ്നന്റ് ആയാലേ സുദീപ് എന്നെ എങ്ങോട്ട് വിടില്ല. എപ്പോഴും എന്റെ അടുത്ത് തന്നെ വേണം, ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഒരു ദിവസം ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിൽ എന്തൊരു ടെൻഷനാണെന്നോ എനിക്ക്. ഇന്നലെ അയച്ചൊരു മെസ്സേജ് ഉണ്ട്, കാണിച്ചു തരട്ടെ. ദാ നോക്കിയേ. അശ്ശോ, ഇത് കാണിച്ചാ ശരിയാവില്ല. ഈ സുധീപേട്ടന്റെ ഒരു കാര്യം ഡിലീറ്റ് ചെയ്തേക്കാം. ശ്രുതി ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആൽബം കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ. വാ വാ ശ്രുതി, വേഗം വാ. ഇവിടെ ഇരിക്കണേ ആൽബം. വാ വാ ശ്രുതി, ഒന്ന് വേഗം വാ. അയ്യോ സോറി, പ്രഗ്നന്റ് ആന്നുള്ള കാര്യം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്ക. സുധീപേട്ടനെ അപേക്ഷിച്ചേ എനിക്ക് ഇത്തിരി പൊക്കക്കുറവുണ്ട്. അത് മാത്രമേ ഒരു കുറവുള്ളൂ. അത് പിന്നെ രവിയേട്ടനും സവിയച്ചു അങ്ങനെ തന്നെയല്ലേ. ചെറുപ്പത്തിൽ നമ്മൾ പ്രേമിക്കുമ്പോ അറിയുന്നുണ്ടോ ഇവരൊക്കെ ഇങ്ങനെ കൊന്നപ്പത്തിൽ പോലെ പൊക്കം വെക്കുന്നു. ദാ നോക്ക്, ഇതാണ് സുധീപേട്ടൻ. നോക്ക്, കൊള്ളാമോ? ആ, ഇതെന്റെ അച്ഛൻ, ഇതമ്മ, ഈ നിൽക്കുന്നതാണ് അനിയത്തി. ഇതെന്റെ ചെറിയമ്മയുടെ മോള. ബാക്കി നിൽക്കുന്നതാ എന്റെ ചേട്ടൻ. ഇവിടെയല്ല, ബോംബെയില. ഇതൊക്കെ ഓരോ ബന്ധുക്കളാണേ. എന്നായിരുന്നു എൻഗേജ്മെന്റ്? 1 മാസം പോകുന്നു. കൃത്യമായിട്ട് പറഞ്ഞാ 24 ദിവസം. സുധീപേട്ടൻ പെട്ടെന്ന് വന്ന് തീരുമാനിച്ചതാ. എന്നിട്ട് ജപ്പാനിലേക്ക് പോവുകയും ചെയ്തു. വാ. വളരെ കാലമായിട്ടുള്ള പ്രേമായിരുന്നു അല്ലേ? പിന്നെ കുഞ്ഞുനാൾ മുതലേ. വിവാഹം കഴിക്കാന്ന് വാക്കും തന്നിരുന്നു? പ്രത്യേകിച്ച് വാക്ക് തരുന്ന എന്തിനാ, നമുക്കത് അറിയാവുന്ന കാര്യമല്ലേ. വിവാഹം കഴിഞ്ഞ ബാംഗ്ലൂർക്ക് പോവോ? ബാംഗ്ലൂർ എന്തോ സുധീപേട്ടൻ അത്ര താല്പര്യമില്ല. ചീത്ത സ്ഥലമെന്നാ പറയുന്നത്. മിക്കവാറും ഞങ്ങൾ കേരളത്തിൽ തന്നെ സെറ്റിൽഡ് ആവും. അതാവുമ്പോ പിന്നെ എന്നെ പഠിത്തം മുടങ്ങില്ലല്ലോ. ഒന്നും മുടങ്ങാതിരിക്കട്ടെ. ശ്രുതിയുടെ ഭർത്താവ് എങ്ങനെയാ, സുന്ദരനാണോ? ആയിരിക്കുമല്ലോ. ജയസുധയുടെ സുദീപിന്റെ പോലെ തന്നെയാ. ആണോ? ഫോട്ടോ ഉണ്ട് മൊബൈലില്. എനിക്ക് ദേ സബിയേച്ചി വിളിക്കുന്നു, നമുക്ക് താഴെ പോവാം. ജയസുധ, നീ ഇതിപ്പോ കേറി വന്നു? ഇവിടെ ഒരു വിരുന്നാരി വന്നാ പരിചയപ്പെടണ്ടേ സബിയേച്ചി? ശ്രുതി, പെട്ടെന്ന് ഫ്രഷ് ആവ്, നമുക്കൊന്ന് പുറത്തു പോണം. ചെറിയൊരു ഷോപ്പിംഗ്. അപ്പൊ എന്നെ വിളിക്കുന്നില്ലേ? ശ്രുതിക്ക് ചില സാധനങ്ങൾ വാങ്ങണം. അതിന് നീ വന്നിട്ടെന്തിനാ? ഞാൻ ചുമ്മാ പറഞ്ഞതാണേ. കല്യാണത്തീയതി തീരുമാനിച്ചാലേ ശ്രുതിയുടെ ഹസ്ബൻഡിനെ അറിയിക്കണം. അങ്ങനെയും നമുക്ക് അദ്ദേഹത്തെ കാണാലോ.